ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അധികം വെജിറ്റബിൾ ഒന്നുമില്ലാതെ ഒരു ക്യാരറ്റും ഒരു കിഴങ്ങും ഉപയോഗിച്ച് നല്ലൊരു വെജിറ്റബിൾ കുറുമ റെഡിയാക്കി എടുക്കാം. ക്യാരറ്റും കിഴങ്ങും തൊലി കളഞ്ഞ് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സവാള ഒന്ന് കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കർ ഒന്ന് ക്ലോസ് ചെയ്ത് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഒരു കുറുമയുടെ റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഒരു വിസിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷർ ഒന്ന് റിലീസ് ആവുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കുക്കറിൻ്റെ പ്രഷർ ഫുള്ള് റിലീസാവുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3-4 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളി, 2 പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും 8-10 കാഷ്യൂസ് കൂടി ചേർത്ത് ഇതൊന്ന് നന്നായി ക്രഷ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലൊരു പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം. റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി അരച്ചെടുക്കാം. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുക്ക് ചെയ്ത് വെച്ച ക്യാരറ്റും കിഴങ്ങും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് ചെറുതായൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. വെജിറ്റേറിയൻസ് റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുമക്കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള വെജിറ്റബിൾ കുറുമയാണ് റെഡിയായി കിട്ടിയിരിക്കുന്നത്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.